ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? കറി വെക്കുന്നതിന് ഇത്രയും സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, 2 സവോളയും ഒരു 10 കഷ്ണം കുഞ്ഞുള്ളിയും, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഒരു 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് അധികം ഒഴിക്കണേ, അതാണ് ചിക്കൻ കറിക്ക് ടേസ്റ്റ്. വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം. ആയി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക. നല്ലതുപോലെ ഇളക്കുക. തീ സിമ്മിൽ വെക്കുക. കുറച്ച് നന്നായി വഴറ്റിയെടുക്കാം. ഓവർ കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറണം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം നന്നായി വഴറ്റുക. വഴണ്ട് വരുന്നതിന് വേണ്ടി ഒരു സ്പൂൺ ഉപ്പിടുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ വഴറ്റുക. കുറച്ച് കറിവേപ്പില ഇടുക. വീണ്ടും നല്ലതുപോലെ ഉള്ളി നല്ല വഴണ്ട് വരുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഇതിലേക്ക് 2.5 സ്പൂൺ മല്ലിപ്പൊടി, 3.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടി, ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എണ്ണ നല്ലത് തെളിഞ്ഞ് വരുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. തീ സിമ്മിലായിരിക്കണം കേട്ടോ, അത് മറക്കരുത്. അതേപോലെ എണ്ണ തെളിയുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതുപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേട്ടനെ എടുത്തിടുക. അതുപോലെ ഇളക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ മഞ്ഞൾപ്പൊടി പകുതിക്ക് വെച്ചാണ് ഇടുന്നത് കേട്ടോ. വേണമെന്നുള്ളവർക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് മുറിക്കാം. എനിക്ക് മഞ്ഞൾപ്പൊടി ഇതേപോലെ ഉള്ളിയും ഇതും എല്ലാം നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇടുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇടുമ്പോൾ കുറച്ച് കളർ കൂടി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇടാം. ഞാൻ ഇങ്ങനെയാണ് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ മഞ്ഞൾപ്പൊടി ഇടൂ. എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഓവർ വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ എന്നിട്ട് ഇതുപോലെ നല്ല ഇളക്കി കൊടുക്കുക. കണ്ടോ, ചിക്കൻ്റെ കളർ കണ്ടോ? ഇപ്പം തന്നെ നല്ല മണം വരുന്നു കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയോ മണം? നോക്കിയാൽ ആ കളർ നോക്കിയാൽ നിങ്ങൾ ഇതിന് പാകമായി വരുമ്പോണ്ടല്ലോ നല്ല കളറായിരിക്കും. അതാണ് മഞ്ഞൾപ്പൊടി ആദ്യം എണ്ണയിലിട്ട് മൂപ്പിക്കാണ്ട് പിന്നെ ചേർത്താനുള്ള ഗുണം. ഒരു 5 മിനിറ്റ് മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം നല്ലതുപോലെ വന്നത് കണ്ടോ? ചിക്കൻ്റെ കളർ കണ്ടോ നിങ്ങൾ? കുറച്ച് മല്ലിയില അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില മാത്രമേ ചേർത്തോളൂ, പുതിനയില ഇല്ലായിരുന്നു. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിയില മാത്രമാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പൊടികളെല്ലാം നിങ്ങളെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ നമ്മൾ ഓരോ സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പം ഇതിൽ ഞാനിട്ട പൊടികളിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് കൂടുതൽ വേണോ കുറവ് വേണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റാം. ഓക്കെ, നന്നായി ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം തന്നെ നല്ലോണം വെള്ളമുണ്ടേ. ഇത് കുറച്ച് കഴിയുമ്പോൾ തീ കൂട്ടിയിട്ട് ഒന്ന് വറ്റിക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ ചിക്കൻ്റെ ടേസ്റ്റ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ആവി അടിക്കുന്നുണ്ടോ? ആ മണം നിങ്ങൾ നോക്കി കയറിയില്ലേ? ഇവിടെ എനിക്ക് മണത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഓഹോ ഉണ്ടോ? നോക്കിയിട്ട് ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ പാത്രത്തിൻ്റെ പുറത്ത് അത്രയും കറിയായി. കുഴപ്പമില്ല, എനിക്ക് കഴിവാനൊന്നും വയ്യ, അത് മതി. ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി എല്ലാം അടപ്പിലായി. നല്ല കുഴപ്പമില്ല. എന്താ ഇതിൽ ഗ്ലാമർ ഉണ്ടോ? നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ചിക്കൻ ഒരു 3/4 കൂടുതൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എനിക്കൊരു കുറച്ച് ഉപ്പിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇടുവാണേ. ഇനി ഇതിൽ ഇതേപോലെ 1 സ്പൂൺ തൈരും കൂടെ ചേർക്കണേ. തൈര് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടും മക്കളെ. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണേ ഞാൻ. 1 സ്പൂൺ ഗരം മസാല ഒന്നുകൂടി ഒന്ന് ഇളക്കുക. എനിക്ക് ഇത്രയും ഗ്രേവി വേണം കേട്ടോ. ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടെ വറ്റിച്ചെടുക്കാം. എനിക്ക് ഇത്രയും ഗ്രേവി വേണം. എനിക്കല്ല, വീട്ടിലുള്ള എല്ലാവർക്കും. കണ്ടോ മക്കളെ, എൻ്റെ ചിക്കൻ കറിയുടെ കളർ കണ്ടോ? അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളത് കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവും കേട്ടോ. അപ്പോഴാണ് ഒറിജിനൽ ടേസ്റ്റ് ഇതിൻ്റെ അറിയുന്നത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തേ, കറിവേപ്പില. തീ ഓഫ് ചെയ്യുക, അടച്ചു വയ്ക്കുക, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കറി സൂപ്പറായി മക്കളെ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.